എല്ലാവർക്കും നമസ്കാരം. അധാസോ യുഗസന്ധ്യായാം ദസ്വിപ്രായേഷു രാജസു ജനിത വിഷ്ണു യശസോ നാംന കൽക്കിർ ജഗത്പതി. ഭാവിയിൽ സംഭവിക്കുന്നത് അതിഗംഭീരമായ അവതാരമാണ്. ആരാണ്? അസൗ യുഗസന്ധ്യായാം ദസ്വിപ്രായേഷു രാജസു. ഈ കാലങ്ങൾ മാറുന്ന സമയത്ത്, യുഗസന്ധ്യായം, യുഗത്തിന്റെ അവസാനത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ പിരീഡ് മാറുന്ന സമയത്ത് എന്തുണ്ടാകും? രാജാക്കന്മാർ ദുഷിക്കും. ദസ്യുപ്രായേഷു രാജസു എന്ന് പറഞ്ഞാൽ കള്ളന്മാരാവും. ആര്? നമ്മുടെ മന്ത്രിമാർ. അവരങ്ങനെ കള്ളന്മാരാകുന്ന സമയത്ത് ജനിത വിഷ്ണു യശസ നാംന ജനിത കൽക്കിർ ജഗത്പതി. ജഗത്തിന്റെ പതിയായിരിക്കുന്നവൻ തന്നെ വിഷ്ണു യശസ്സിൽ കൽക്കി എന്ന പേരോടുകൂടി അവതരിക്കും. കൽക്കി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കലക്കി എന്ന് തന്നെ. ആരാ ഈ കൽക്കി? വിഷ്ണു യശസ്സിൽ ജനിക്കുമെന്നാ പറഞ്ഞത്. ഈ കോയമ്പത്തൂരിന്റെ അടുത്ത എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ആ കൽക്കിയും ഈ കൽക്കിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ കൽക്കിക്ക് മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഹോസ്പിറ്റൽ ഉണ്ടാക്കാനും മെഡിക്കൽ കോളേജ് സ്കൂൾ ഉണ്ടാക്കാനും ജനിക്കും എന്നല്ല പറഞ്ഞത്. പിന്നെയോ ദുഷിച്ച രാജാക്കന്മാരെ നേരെയാക്കുന്നത് വിഷ്ണു യശസ്സിലാണ്. വിഷ്ണു യശസ് എന്ന് പറഞ്ഞാൽ വേവേഷ്ടി വ്യാപ്നോതി ഇതി വിഷ്ണുന. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന യശസ്സാണ് വിഷ്ണു യശസ്. അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന യശസ് എന്ന് പറയുമ്പം നമ്മുടെയൊക്കെ മനസ്സുകൾ തന്നെയാണ്. രാജാക്കന്മാർ, മന്ത്രിമാർ ദുർഭരണം നടത്തി നാട് നശിപ്പിക്കുന്ന സമയത്ത് നാം കൂട്ടത്തോടുകൂടി ചിന്തിക്കുന്നു ഇവരെ ഈ ദുർഭരണത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി. അങ്ങനെ അവരെ ദുർഭരണത്തിൽ നിന്ന് അകറ്റുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ, ഈ നമ്മുടെ ലോകത്തിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്തരം വിഷ്ണു യശസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർഗസമരങ്ങളെല്ലാം തന്നെ, എല്ലാം എന്ന് സ്വാമി ബോധപൂർവം പറയുന്നതാണ്. അനീതിക്കും അനാചാരത്തിനും എതിരായി കളക്റ്റീവായിട്ട് രൂപപ്പെടുന്ന, അതിപ്പം റഷ്യയിൽ രൂപപ്പെട്ടിട്ടുള്ള ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും തുടങ്ങി അതിൻ്റെ പിറകിലേക്ക് പോയി കഴിഞ്ഞാലും ലോകത്തിന്റെ ചരിത്രം ഇപ്പം നമ്മളിവിടെ കൂടുതൽ പറയണ്ടല്ലോ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ 6ാം ക്ലാസ് മുതൽ. ഈ ദുർഭരണം നടത്തിയിരുന്നവർ, നമുക്ക് വലിയൊരു പരമ്പരയുടെ ഒരു കണക്കുണ്ട് പറയാൻ. ഹിറ്റ്ലറുടെയും മുസോളിനിയും ഗീൽബസും ചെങ്കിസ് ഖാനും ഇങ്ങനെ പോകുന്നു. ഇപ്പം നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും. മുല്ലപ്പൂ വസന്തം എന്ന പേരിൽ ഈ അടുത്ത് നടന്നിട്ടുള്ള അറേബ്യൻ സ്പ്രിംഗ് എന്ന പേരിൽ ഈജിപ്തിലും, ഇനി വരാനിരിക്കുന്ന ഇന്ത്യയിൽ അന്നാ ഹസാരയുടെ നേതൃത്വത്തിൽ എന്തൊക്കെയോ ചിലത് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നമ്മളും വിചാരിച്ചു നമ്മളും പ്രതീക്ഷിക്കുന്നു, ചിലത് പ്രതീക്ഷിക്കുന്നു. നമ്മളൊക്കെ ആരാണ് ഈ നാടൊന്ന് നന്നാക്കാൻ എന്ന് നമ്മളൊക്കെ കളക്റ്റീവായിട്ട് ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത്, അത് ഇൻ്റർനെറ്റിലൂടെ ആണെങ്കിലും അതിങ്ങനെ കൂട്ടമാകുന്ന സമയത്ത് അത് ബാലറ്റ് പേപ്പർ തന്നെ കൽക്കിയ, ചുരുക്കി പറഞ്ഞ നമ്മുടെ കയ്യിൽ കിട്ടുന്ന, അതാണ് ഈ രാജാക്കന്മാരെ മാറ്റിമറിക്കുന്ന ശക്തി. ഈ കള്ളന്മാർക്കെതിരായിട്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവരെക്കുറിച്ച് വളരെ ഭൂമി ചിരിക്കണു എന്ന് പറയുന്ന ഒരു പ്രകരണമൊക്കെ ഇതിലുണ്ട്. വളരെ എന്താ പറയുക, അടച്ച് ആക്ഷേപിക്കുകയാണ് രാജാക്കന്മാരെ. മന്ത്രിമാരിത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാഗവതം കേൾക്കാൻ എവിടെയും പോവില്ല. രാഷ്ട്രീയക്കാർക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം വിഷ്ണു യശസ്സിൽ കൽക്കി സംഭവിക്കും എന്ന് പറയുന്നത് ഈ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ഭരണത്തിൻ്റെ മാറ്റം. അത്തരം മാറ്റങ്ങൾ വരും. നമ്മളൊക്കെ കേന്ദ്രത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു, കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നു. പലയിടത്തും ആര് വരണമെന്ന സ്വാമിയുടെ ആഗ്രഹം അതൊന്നും ചോദിക്കരുത്. നിങ്ങളെപ്പോലെ നമ്മളും ആഗ്രഹിക്കുന്നു. ഇവരിങ്ങനെ നമുക്ക് രാമായണത്തിൽ ഒരു സന്ദർഭത്തിൽ
ശ്രീരാമൻ വനവാസ ഇതിൽ എന്താ പറയുക, തപശ്ചര്യയിൽ കഴിയുന്ന കാലത്ത് വില്ലും അമ്പും വില്ലും മൂപ്പര് കൂടെ കൊണ്ട് നടക്കുമല്ലോ. വളരെ രസമായിട്ടുള്ളൊരു സന്ദർഭമാണത്. നമ്മൾ പലപ്പോഴും പലയിടത്തും ഉദാഹരിച്ചിട്ടുള്ളത്. വില്ല് എവിടെയോ വെച്ച് വില്ല് താഴെ വെച്ചതാണ് രാമൻ. അങ്ങനെ ശ്രീരാമൻ അത് പൊക്കി പോകുന്ന സമയത്ത് വില്ലിൻ്റെ അഗ്രത്ത് രക്തം കണ്ടു. അപ്പൊ രാമൻ നോക്കിയ സമയത്ത് രക്തം ഇത് എവിടെന്നാ നോക്കിയപ്പോൾ ഒരു തവള ഉണ്ടായിരുന്നു. തവളയുടെ ദേഹത്താണ് അറിയാതെ വെച്ചത്. മുകളിൽ തന്നെയാ വില്ല് വെച്ചത് രാമൻ. അപ്പൊ തവളയോട് രാമൻ ചോദിച്ചു, എന്താ നീ ഒന്നും കരയാഞ്ഞത്, ഒന്നും പറയാഞ്ഞത്? അപ്പൊ അത് പറഞ്ഞു, എൻ്റെ ജീവൻ അപകടത്തിലാകുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ രാമ രാമ എന്ന് പറഞ്ഞിട്ടായിരുന്നു കരയാറ്. ഇത് രാമൻ തന്നെ വില്ല് വെച്ചാൽ ഞാൻ ആരോട് പറയും? നമ്മുടെ സങ്കടങ്ങൾ, ദുരിതങ്ങൾ തീർക്കാൻ പ്രാപ്തരായിട്ടുള്ള, നമ്മുടെ ദുരിതങ്ങളെ തീർക്കാനാണ് അവർക്ക് അധികാരം നാം നൽകിയത്. അവരാണ് നമുക്ക് ദുരിതങ്ങൾ നൽകുന്നതെങ്കിൽ ഇനി നമ്മൾ ആരോട് പറയും? അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കൽക്കി അവതരിക്കുന്നത്. നിങ്ങൾ കരുതണ്ട കുതിരപ്പുറത്ത് ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ ഒരാൾ കോയമ്പത്തൂർ വഴി വന്ന് ഇവരെയൊക്കെ ഇങ്ങനെ കൊല്ലുമെന്ന്. അത്തരത്തിലല്ല, ഇതവരെ മാറ്റുകയാണ്. ആ മാറ്റൽ പ്രക്രിയ എന്താ പറയുക, ഒരു പ്രഭാതം അതിൻ്റെ സന്ധ്യയിലേക്ക് വന്ന് ഇരുട്ടിലേക്ക് പോകുന്നത് പോലെ ഒരു അനായാസ പ്രക്രിയയാണ്. അതിൽ ബലമൊന്നുമില്ല. അതാണ് കൽക്കി എന്ന് പറയുന്ന വിഷ്ണു യശസ്സിൽ സംഭവിക്കുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ലോകത്തിൽ പലയിടത്തും ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. ജനശക്തിയെ തന്നെയാണ് വിഷ്ണു യശസ് എന്ന് പറയുന്നത്. ജനശക്തി തന്നെയാണ്. അത് ഏതെങ്കിലും ഒരു വീട്ടിൽ ജനിച്ച് ആ ആളങ്ങനെ വന്ന് ഇവരെയൊക്കെ കൊല്ലുക എന്നുള്ളതല്ല. ജനശക്തി തന്നെയാണ്. നമുക്കൊക്കെ ശക്തിയുണ്ട്. ഭരണത്തിൽ ഇരിക്കുന്നവനെ നിശ്ചയിക്കുന്നതിൻ്റെ ശക്തി ബാലറ്റ് പേപ്പർ തന്നെയാണ്. അത് നമ്മൾ വിനിയോഗിക്കാറില്ല. ഇന്ത്യയിൽ അങ്ങനെയുണ്ട്. അത് നമ്മൾ വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ അതൊരിക്കലും കുറ്റമല്ല. ഇന്ത്യ നേരെയാവണമെങ്കിൽ ആ ഒരൊറ്റ നിയമം മതി. എന്ത്? ഈ ബാലറ്റ് നമ്മൾ വോട്ട് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാക്കണം, അല്ലെങ്കിൽ അത് കുറ്റമാകണം. സിംഗപ്പൂര് നേരെയായതിൻ്റെ രഹസ്യം എന്നവർ പറയുന്നത് ഇതാണ്. സിംഗപ്പൂരിന് പണ്ട് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ സിംഗപ്പൂർ ആഗ്രഹിച്ചത് കൽക്കട്ട പോലെ ആകണമെന്നാണ്. നിങ്ങൾ സിംഗപ്പൂരിൻ്റെ ചരിത്രം വായിച്ചു നോക്കൂ. അന്നത്തെ ആദ്യത്തെ ഭരണാധികാരി പറഞ്ഞു, ഞങ്ങൾക്ക് കൽക്കട്ട പോലെ ആകണം. ഇന്ന് കൽക്കട്ട എവിടെ, സിംഗപ്പൂർ എവിടെ? ഇന്ന് കൽക്കട്ട ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് തിരുവണ്ണൂർ പോലെയെങ്കിലും ആവണമെന്നാണ്. അതിൻ്റെ സ്ഥിതി അത്രയും കഷ്ടമാണ്.